വുഡിൻ്റെ ഡിസൈൻ ചെയ്യാനുള്ള പെയിൻറ്റ് അതെങ്ങനെ സെറ്റ് ചെയ്യാം, ഏതൊക്കെ കളറുകൾ എടുക്കാം, എങ്ങനെയൊക്കെ വരയ്ക്കാം. നമ്മൾ വരയ്ക്കുന്ന മെത്തേഡിനനുസരിച്ചാണ് പെയിൻറ്റ് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ സാറ്റിൻ, ഗ്ലോസി അതൊക്കെ ഉപയോഗിക്കുന്ന ഓരോ വർക്കേഴ്സിൻ്റെയും ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതാ ഈ ഒരു പെയിൻറ്റ് ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുന്ന പെയിൻറ്റ്. ഇതിന് വരുന്ന വില എന്ന് പറയുന്നത് 210 രൂപയാണ്, 1/2 ലിറ്റർ. വേണമെങ്കിൽ കളർ നമുക്ക് കാണാം, തുറന്ന് കാണാം. കണ്ടില്ല, ഗോൾഡൻ ബ്രൗൺ എന്ന് പറയുന്ന ഈ ഒരു കളറ്. അതുപോലെ തന്നെ ബ്രൗൺ എന്ന് പറയുന്നത് ഏഷ്യൻ്റെ ബ്രൗണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ 216 രൂപ. 216 രൂപയാണ് ഈ ബ്രൗൺ പെയിൻറ്റിന് വരുന്നത്. ഇത് 210. ഇത് കളർ നമുക്ക് നോക്കാം. ഇതിൻ്റെ കളർ കണ്ടില്ലേ, കുറച്ച് ഡാർക്ക് പോലെയുള്ള കളറാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതാണ് ബ്രിട്ടീഷ് പെയിൻറ്റിൻ്റെ റെഡ് പെയിൻറ്റ്. എത്രയാണ് വില? 65 രൂപയാണ് കേട്ടോ, 100 ml വന്നിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നതാണ് ബ്ലാക്കിന് 210 രൂപയാണ് കേട്ടോ വന്നിരിക്കുന്നത്, ബ്ലാക്ക്. അപ്പോൾ ഇത്രയും പെയിൻറ്റുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇവിടെ ഒരു മിക്സ് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അളവ്, മിക്സിങ്ങിൻ്റെ അളവ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചിലർ ചോദിക്കും. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? മിക്സിങ്ങിൻ്റെ കളറ് എന്ന് പറയുന്നത് നമ്മൾ അടിച്ചിരിക്കുന്ന ബേസ് കളറിനനുസരിച്ചിട്ടാണ് നമ്മൾ വുഡ് മിക്സ് ചെയ്യേണ്ടത്. കാരണം വുഡിന് ഇതിന് അളവില്ല. അപ്പോൾ ഈ ഒരു ബ്രൗണ് നമുക്ക് യെല്ലോ ചേർക്കുന്നതിന് പകരമാണ് നമ്മൾ ഗോൾഡൻ ബ്രൗൺ ചേർക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ ബ്രൗണിൽ ഓൾറെഡി റെഡ് മിക്സാണ്. നമ്മൾ യെല്ലോ ആണെങ്കിൽ അത് യെല്ലോ ആയിട്ടായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ ബ്രൗണിലോട്ട് നമ്മളിതാ കുറച്ച് ഈ ബ്രൗൺ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെത്ര ഡാർക്ക് വേണമെന്ന് തീരുമാനിക്കുന്നത് വരയ്ക്കുന്ന ആളാണ്. അല്ലാതെ ഒരാൾ പറഞ്ഞു തന്ന കളറല്ല വേറൊരാൾ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും. കാരണം നിങ്ങളുടെ ബേസ് കളർ കമ്പനി പെയിൻറ്റുകൾ, ഏഷ്യൻ, ബർജർ, നെറോലാക്, ഡുലക്സ്, SD, MRF അങ്ങനെ ഒരുപാട് കമ്പനിയുടെ ബേസ് കളറുകൾ വരുന്നുണ്ട്, ഇൻഡിഗോ. അപ്പോൾ എല്ലാതും വ്യത്യസ്തമായ കളറുകളാണ്. അപ്പോൾ ഏത് കളറാണ് അതിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുക, റെഡിഷ് വേണോ, യെല്ലോ വേണോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിതിൽ കളർ മിക്സ് ചെയ്യാൻ. വേണമെങ്കിൽ ബ്ലാക്ക് ആഡ് ചെയ്യുക അതിലോട്ട്, റെഡിഷ് കൂടുതൽ വേണമെങ്കിൽ റെഡ് ആഡ് ചെയ്യാം. അത് എത്ര ml എന്നുള്ളത് തീരുമാനിക്കുന്നത് വരയ്ക്കുന്ന വ്യക്തിയാണ്. ഒരിക്കലും ഒരാൾ പറഞ്ഞു തന്ന കളർ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ തേക്കുമായിട്ട് മാച്ച് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള കളറുകൾ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ 100 ml യെല്ലോ എടുത്തോ, 100 ml ബ്രൗൺ എടുത്തോ എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് ഒരു കാര്യമില്ല. അത് കളറായിട്ട് മാച്ച് ആവില്ല. അപ്പോൾ നമ്മളിവിടെ ഈ 1/2 ലിറ്റർ ഫുള്ളായിട്ട് അങ്ങ് മിക്സ് ചെയ്തിരിക്കുന്നത് കണ്ടില്ല. ഈ ഗോൾഡൻ ബ്രൗൺ തീർന്നിരിക്കുന്നതും ഈ ബ്രൗൺ തീർന്നിരിക്കുന്നതും ഈ റെഡിൽ നിന്ന് നമ്മൾ തുള്ളി എടുത്തുള്ളൂ, നമുക്ക് കുറച്ച് ആവശ്യമുള്ളൂ. ബ്ലാക്ക് പിന്നെ നമുക്ക് ഒരു സ്വല്പം തന്നെ ഇതിലോട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു കളറാണ് ഈ ഇരിക്കുന്നത്. അല്ലാതെ ഇത് കൃത്രിമമായ ഒരു കൂട്ടുമില്ല ഇതിൽ. ഈ 1/2 ലിറ്റർ ഫുള്ളായിട്ട് ഇതിലോട്ട് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കളർ, ആ ഒരു കളർ ആവശ്യമുള്ളതുകൊണ്ട് നമ്മളത് മിക്സ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ ഇതുപോലെ യെല്ലോ, റെഡ്, ബ്രൗണ്, ബ്ലാക്ക് ഇത്രയും കളർ വെച്ചിട്ട് സൂപ്പറായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ യെല്ലോയുടെ പകരം ഗോൾഡൻ ബ്രൗൺ എടുക്കുമ്പോൾ നമുക്ക് റെഡ് അധികം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.